ഇന്നത്തെ എക്കണോമിക്സ് ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമ്മളെ +2 എക്കണോമിക്സ് ക്ലാസ്സിന്റെ രണ്ടാമത്തെ ചാപ്റ്റർ മൈക്രോ എക്കണോമിക്സിലെ തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ എന്ന ചാപ്റ്ററിലുള്ള ഒരു ടോപ്പിക്കാണ് ഞാനിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. നിങ്ങൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ച ഒരു ചോദ്യം ചോദിച്ചുകൊണ്ടാവട്ടെ ഇന്നത്തെ ആരംഭം. വൈ മൈക്രോ എക്കണോമിക്സ് ഈസ് ഓൾസോ കോൾഡ് പ്രൈസ് തിയറി. പ്രൈസ് തിയറി എന്ന് മൈക്രോ എക്കണോമിക്സിനെ വിളിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ ചോദ്യം നമ്മൾ ഒന്നാമത്തെ ചാപ്റ്ററിൽ നമ്മൾ അതിന്റെ ഉത്തരം നമ്മൾ പഠിച്ചിട്ടുണ്ട്. മൈക്രോ എക്കണോമിക്സ് ഈസ് ആൾസോ കോൾഡ് പ്രൈസ് തിയറി. കാരണം മൈക്രോ എക്കണോമിക്സ് ഡീൽസ് ദ ഡിറ്റർമിനേഷൻ ഓഫ് പ്രൈസസ് ഓഫ് ദ കമ്മോഡിറ്റീസ് ആൻഡ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഇൻ ദ മാർക്കറ്റ്. ഇൻ ദ മാർക്കറ്റ് ഇക്കോണമി. മാർക്കറ്റ് ഇക്കോണമി മീൻസ് ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി. ഒരു മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിലെ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപാദക വിഭവങ്ങളുടെയും വില തീരുമാനിക്കുന്നത് ആ മാർക്കറ്റിലുള്ള ഡിമാൻഡും സപ്ലൈയും ചേർന്നിട്ടാണ് എന്നുള്ള ഒരു പ്രോസസ്. അതായത് പ്രൈസ് മെക്കാനിസം എന്നറിയപ്പെടുന്ന ഒരു പ്രവൃത്തി ചെയ്യുന്നതാണ് മൈക്രോ എക്കണോമിക്സ്. ആ ഡ്യൂട്ടി ചെയ്യുന്നത് കൊണ്ടാണ് മൈക്രോ എക്കണോമിക്സിനെ നമ്മൾ പ്രൈസ് തിയറി എന്ന് വിളിക്കുന്നത്. അപ്പൊ പ്രൈസ് തിയറി മീൻസ് the prices of the commodities are determined by the market forces of demand and supply. മാർക്കറ്റിലുള്ള രണ്ട് കമ്പോള ശക്തികളാണ്, ഒന്ന് ഡിമാൻഡ്, മറ്റൊന്ന് സപ്ലൈ. ഈ രണ്ട് പേരും ചേർന്നാണ് കമ്മോഡിറ്റികളുടെ വില തീരുമാനിക്കുന്നത്. അതേപോലെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന്റെ വില തീരുമാനിക്കുന്നത്. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് ഓർഗനൈസേഷൻ. ഈ 4 ഫാക്ടേഴ്സിന്റെയും ഒട്ടുമിക്ക എല്ലാ കമ്മോഡിറ്റികളുടെയും വില തീരുമാനിക്കുന്നതിനുള്ള അവകാശവും അധികാരവും പ്രൈസ് മെക്കാനിസത്തിനാണ്. ഈ ഡ്യൂട്ടി ചെയ്യുന്ന ഒരു ബ്രാഞ്ച് എന്നുള്ള നിലക്കാണ് എക്കണോമിക്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബ്രാഞ്ചായ മൈക്രോ എക്കണോമിക്സിനെ പ്രൈസ് തിയറി എന്നതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നു. അപ്പൊ ഈ മൈക്രോ എക്കണോമിക്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് എന്ന് പറയുന്നത് തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ ആണ്. ഇപ്പൊ കൺസ്യൂമേഴ്സ് അഥവാ ഉപഭോക്താവിന്റെ ബിഹേവിയർ അഥവാ സ്വഭാവ രീതികൾ എങ്ങനെയൊക്കെയാണ് എന്ന് നമ്മൾ പ്രതിപാദിക്കുമോ, നമ്മൾ 3 കൺസെപ്റ്റുകളാണ് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടത്. അതിൽ ഒന്നാമത്തെ കൺസെപ്റ്റ് ആണ് കമ്മോഡിറ്റി, രണ്ടാമത്തെ കൺസെപ്റ്റ് ആണ് പ്രൈസ്, മൂന്നാമത്തെ കൺസെപ്റ്റ് ആണ് മാർക്കറ്റ്. അതിൽ ഒന്നാമത്തെ കൺസെപ്റ്റിനെ പറ്റി നമുക്ക് ആദ്യം പറയാം. ഒന്നാമത്തെ കൺസെപ്റ്റ് പ്രൈസ് എന്ന് പറയും. പ്രൈസ് മീൻസ് ദ വാല്യൂ ഓഫ് എനിത്തിങ് വിച്ച് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് മണി. പണത്തിന്റെ അടിസ്ഥാനത്തിൽ ഏതൊരു വസ്തുവിനെയും നമ്മൾ മൂല്യം കണക്കാക്കുകയാണെങ്കിൽ അതിന്റെ പേരാണ് പ്രൈസ്. സപ്പോസ് ദ പെൻ, ദ പ്രൈസ് ഓഫ് ദിസ് പെൻ ഈസ് ₹10. 10 രൂപയാണ് ഈ പെന്നിന്റെ വില എന്ന് പറഞ്ഞാൽ ഈ പെന്നിന്റെ മൂല്യം നമ്മൾ പണത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വിലയിരുത്തുന്നു. അതാണ് പ്രൈസ് ഓഫ് ദ പെൻ ഈസ് ഈക്വൽ ടു ₹10 എന്ന് പറയാം. അപ്പൊ പ്രൈസ് അതാണ് ഒന്നാമത്തെ കൺസെപ്റ്റ്. അപ്പൊ ഏതൊരു കമ്മോഡിറ്റി നമ്മൾ എക്സ്പ്രസ് ചെയ്യുമ്പോൾ അതിന് എന്താണ് വില എന്നുള്ളത് നോക്കിയിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പൊ രണ്ടാമത്തെ ടോപ്പിക് ആ ടേം ആണ് കമ്മോഡിറ്റി. എന്താണ് കമ്മോഡിറ്റി? കമ്മോഡിറ്റി ഈസ് എനിത്തിങ് വിച്ച് ഈസ് പ്രൊഡ്യൂസ്ഡ് ആൻഡ് സെയിൽ ഫോർ മാർക്കറ്റ് അറ്റ് എ പെർട്ടിക്കുലർ പ്രൈസ്. ഒരു സാധനം, ഒരു ചരക്ക് എന്ന് പറയുന്നത് മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കാൻ തയ്യാറാക്കുന്ന, വിലക്ക് വിൽക്കാൻ തയ്യാറാക്കുന്ന ഏതൊരു സാധനത്തിനെയും ഏതൊരു വസ്തുവിനെയും നമുക്ക് ചരക്ക് എന്ന് പറയാം. നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന ഏതൊരു ഉൽപ്പന്നവും നമ്മൾ ചരക്കാണ്, കമ്മോഡിറ്റിയാണ്. കാരണം അത് മാർക്കറ്റിൽ വിൽക്കാനും വാങ്ങാനും വേണ്ടി തയ്യാറാക്കിയതാണ്. അതിന് നിർബന്ധമായി ഒരു വിലയുണ്ടാവും. ആ വിലയുടെ അടിസ്ഥാനത്തിലാണ് ആ ചരക്കിനെ നമ്മൾ അതിന്റെ വില മൂല്യം നമ്മൾ നിശ്ചയിക്കുന്നത്. മൂന്നാമത്തതാണ് മാർക്കറ്റ്. മാർക്കറ്റ് ഈസ് എൻ ഏരിയ ഇൻ വിച്ച് ദ ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ആർ കോണ്ടാക്ട് ടു ഈച്ച് അതർ ഫോർ ബൈങ് ആൻഡ് പർച്ചേസ് ഓഫ് ദ കമ്മോഡിറ്റി. മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഏരിയ. ആ ഏരിയയിൽ 2 വിഭാഗം ആളുകളാണ് എപ്പോഴും ഇടപെടുന്നത്. ഒന്ന് ബയേഴ്സ് ആണ്, ഒന്ന് സെല്ലേഴ്സ് ആണ്. ഈ 2 പേരും ഒരുപോലെ കോണ്ടാക്ട് ചെയ്യുന്ന എന്തിനു വേണ്ടിയാ? ഒരു വിഭാഗം ആളുകൾ വിൽക്കാൻ വേണ്ടി മാർക്കറ്റിൽ ഇടപെടുന്നു, മറ്റൊരു വിഭാഗം വാങ്ങാൻ വേണ്ടി ഇടപെടുന്നു. അങ്ങനെ മാർക്കറ്റിൽ ഒരു കമ്മോഡിറ്റി വാങ്ങാനും വിൽക്കാനും വേണ്ടി ഇടപെടുന്നു. അത്തരത്തിലുള്ള ഒരു പ്ലേസിനെയാണ് നമ്മൾ എപ്പോഴും മാർക്കറ്റ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ മാർക്കറ്റിൽ എത്ര പേരാണ് ഉണ്ടാവുക? 2 പേരാണ്. ഒന്ന് ബയേഴ്സ് ആണ്, ഒന്ന് സെല്ലേഴ്സ് ആണ്. എന്താണ് ബയേഴ്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത? അവർക്ക് ഏത് സമയത്ത് ഏറ്റവും ക്വാളിറ്റിയുള്ള ഗുഡ്സ് വേണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. ഏറ്റവും കുറഞ്ഞ വിലക്ക് ക്വാളിറ്റിയുള്ള ഗുഡ്സ് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് കൺസ്യൂമേഴ്സ് അഥവാ ബയേഴ്സ്. അവർ അതിനു വേണ്ടിയാണ് ഓരോ സമയത്തും അവരിങ്ങനെ
പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ മറുഭാഗത്തുള്ള സെല്ലേഴ്സ്, വിൽപ്പനക്കാർ എന്തിനു വേണ്ടിയാണ് ശ്രമിക്കുന്നത്? ഏറ്റവും വില കൂടിയ തരത്തിൽ അവനവൻ ഉണ്ടാക്കിയ ഉൽപ്പന്നങ്ങളെ വിൽക്കാൻ വേണ്ടി അതിലെ പല പല മേന്മകളും കൺസ്യൂമർ മുമ്പിൽ ഉള്ളതും ഇല്ലാത്തതുമായ കാര്യങ്ങൾ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടോ ശരിയായി ധരിപ്പിച്ചുകൊണ്ടോ കൺസ്യൂമറെ ഉണർത്തി ഏറ്റവും കൂടിയ വിലക്ക് സാധനങ്ങൾ വിൽക്കാൻ വേണ്ടിയിട്ടാണ് സെല്ലർ ഓരോ മാർക്കറ്റിൽ ഇടപെടുന്നത്. ഇങ്ങനെ ബയറും സെല്ലറും ഒരേ സമയത്ത് മാർക്കറ്റിൽ ഇടപെടുകയും അവിടെ വെച്ച് കമ്മോഡിറ്റിയുടെ വില തീരുമാനിക്കപ്പെടുകയും ചെയ്യുന്ന പ്രോസസ്സിന്റെ പേരാണ് പ്രൈസ് മെക്കാനിസം. ഇത് ഡീൽ ചെയ്യുന്നത് മൈക്രോ ഇക്കണോമിക്സ് ആണ്. അപ്പൊ നാം പറഞ്ഞു കഴിഞ്ഞു, മാർക്കറ്റ് ഹാവിംഗ് ടു ഇമ്പോർട്ടന്റ് പേഴ്സൺസ്, വൺ ബയർ ആൻഡ് അതർ വൺ സെല്ലർ. അപ്പൊ ബയർ എന്ന് പറയുന്ന ആളുടെ അയാളുടെ എല്ലാ ബിഹേവിയറും അയാളുടെ എല്ലാ സ്വഭാവങ്ങളും വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കുന്നത് ഡിമാൻഡ് എന്ന് പറയുന്ന ഒരു ടേമിലൂടെ. ഡിമാൻഡ് എന്ന് പറയുമ്പോൾ നമ്മളെ ഏതൊരാളെയും മനസ്സിൽ പെട്ടെന്ന് കയറി വരും ഒരു സാധാരണക്കാരൻ, ഓന് വലിയ ഡിമാൻഡാണ്, അല്ലെങ്കിൽ ഇവൾക്ക് വലിയ ഡിമാൻഡാണ്, ആ സാധനം കിട്ടാനില്ല, അതിന് വലിയ ഡിമാൻഡാണ്. അങ്ങനെയുള്ള ഒരു സംസാരമാണ് നമ്മളെ മനസ്സിൽ പെട്ടെന്ന് ഓടിയെത്തുന്നത്. അപ്പൊ എന്താണ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ? ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം തോന്നുക അതൊരു ആവശ്യമാണ് എന്നാണ് നമുക്ക് ആദ്യം തോന്നുന്നത്. അതല്ലെങ്കിൽ അതൊരു നീഡായിട്ട് തോന്നും, അല്ലെങ്കിൽ ഒരു വാണ്ടായിട്ട് തോന്നും, അല്ലെങ്കിൽ അതൊരു ആഗ്രഹമായിട്ടും തോന്നും. അപ്പൊ ഡിമാൻഡ് എന്ന് പറയുമ്പോൾ ഒരു നീഡ്, അല്ലെങ്കിൽ ഒരു വാണ്ട്, അല്ലെങ്കിൽ ഒരു ഡിസയർ, അങ്ങനെ ഇതിൽ ഏതെങ്കിലും ഒന്ന്, അല്ലെങ്കിൽ അത് തന്നെയാണ് ഡിമാൻഡ് എന്ന് നമുക്ക് ഒറ്റയടിക്ക് നമുക്ക് തോന്നും. അപ്പൊ നമുക്ക് അതിനെ ഒന്ന് പരിശോധിച്ച് നോക്കാം. ഡിമാൻഡ് സമം ഡിസയർ അല്ല എന്ന് പറയാൻ, ഡിമാൻഡ് അഥവാ ചോദനം സമം ആഗ്രഹം എന്നാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നെങ്കിൽ നമുക്ക് ഏതൊരാൾക്കും ആഗ്രഹങ്ങൾ ഉണ്ടാവും. അപ്പൊ ആ ആഗ്രഹങ്ങളെ നമുക്ക് ഡിമാൻഡായിട്ട് പരിഗണിക്കാൻ പറ്റുമോ? ഇപ്പൊ ഞാനൊരു സ്കൂൾ അധ്യാപകനാണ്, എനിക്ക് ഒരു മെഴ്സിഡസ് ബെൻസ് കാറ് വാങ്ങണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതിന്റെ വില അന്വേഷിച്ച് നോക്കിയപ്പോൾ 60 ലക്ഷം രൂപ അതിന് വിലയുണ്ട്. അപ്പൊ എന്റെ ആകെ സമ്പാദ്യം കൂട്ടി നോക്കിയാൽ 60 ലക്ഷം രൂപ എടുക്കാനില്ല. അപ്പൊ എന്റെ ഈ ആഗ്രഹം ഒരു ഡിമാൻഡ് ആണോ? അല്ല. അപ്പൊ ഡിമാൻഡ് എന്ന് പറയുന്നത് ഒരു ആഗ്രഹമല്ല. ഇപ്പൊ ഡിമാൻഡ് ഈസ് നോട്ട് ഈക്വൽ ടു എ ഡിസയർ എന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാവും. അതേപോലെ തന്നെ നമ്മുടെ സമൂഹത്തിൽ പല പല ആളുകളുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട കക്ഷിയാണ്, നമ്മളെല്ലാവരും ഇഷ്ടപ്പെടാറില്ലാത്തൊരു കക്ഷിയാണ് മൈസർ അഥവാ പിശുക്കനായ കക്ഷി. അയാളുടെ കയ്യിൽ ഇഷ്ടംപോലെ പണം ഉണ്ടാവും, പക്ഷെ ചെലവാക്കാൻ അയാൾക്ക് ഒട്ടും ഒരു താല്പര്യവും അയാൾക്ക് ഉണ്ടാവില്ല. കാരണം അയാൾ പണം ഇപ്പോ എത്ര ഒരു രൂപ പോലും ചെലവാക്കുമ്പോൾ അയാൾ വളരെയധികം കണിശക്കാരനായിട്ട് നിൽക്കും. അയാൾ ചെലവാക്കാൻ പഠിക്കും. ഇപ്പൊ ഒരു ചെരുപ്പ് ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ ചെരുപ്പ് തേഞ്ഞ് തീർന്നാലും ആ ചെരുപ്പ് മാറ്റൂല. പേനയാണെങ്കിൽ പേനയിലെ മഷി ഏറ്റവും അവസാനത്തെ തുള്ളി തീരുന്നവരെ അയാൾ ഉപയോഗിക്കും. അങ്ങനെയുള്ള ഒരു പിശുക്കനായ ഒരാളുടെ ഒരു ആഗ്രഹം എന്ന് പറയുന്നതിനെ നമുക്ക് ഡിമാൻഡായിട്ട് പരിഗണിക്കാൻ പറ്റുമോ? നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ അയാളുടെ കയ്യിൽ കൃത്യമായിട്ട് അയാൾക്കൊരു ആഗ്രഹമുണ്ട്, ഒരു സാധനത്തിനോട് അയാൾക്ക് ആഗ്രഹമുണ്ട്, അയാളുടെ കയ്യിൽ അതിന് വേണ്ടുന്ന പണവും ഉണ്ട്. പക്ഷെ അയാൾക്ക് അത് നേടിയെടുക്കാൻ, അത് മാർക്കറ്റിൽ പോയി വാങ്ങാൻ ഉള്ള ഒരു സന്നദ്ധത ഒരു വില്ലിങ്നെസ് അയാൾക്ക് ഇല്ല എന്ന് നമുക്ക് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. അപ്പൊ ആദ്യം ഞാൻ എന്റെ ഉദാഹരണം പറഞ്ഞപ്പോ എനിക്ക് ആഗ്രഹവും ഉണ്ട്, വില്ലിങ്നെസ്സും ഉണ്ട്, പക്ഷെ എന്റെ കയ്യിൽ എന്തില്ല, അത് വാങ്ങാനുള്ള പണമില്ല, എബിലിറ്റി ഇല്ല. രണ്ടാമതും ഒരു മൈസറിന്റെ കാര്യം നമ്മൾ പറയുന്ന സമയത്തോ അയാൾക്ക് ആഗ്രഹവുമുണ്ട്, പണവുമുണ്ട്, പക്ഷെ വില്ലിങ്നെസ് ഇല്ല. അപ്പൊ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പൊ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഡിസയർ തന്നെ. പക്ഷെ ഡിസയറിന്റെ കൂടെ രണ്ട് ആളുകളൂടെ കടന്നു വരണം. അതിൽ ഒന്നാമത്തെ ഫാക്ടർ എബിലിറ്റി ടു പേ ആണ്. എബിലിറ്റി ടു പേ ആണ് അതിൽ ആദ്യമായി കടന്നു വരേണ്ട ആള്. ആ കമ്മോഡിറ്റിക്ക് വേണ്ടി ചെലവഴിക്കാൻ അയാളെ കയ്യിൽ പണം ആവശ്യമുണ്ട്. ഇപ്പൊ ഞാനൊരു പേന ഡിമാൻഡ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ എന്റെ കയ്യിൽ ആ പേനയ്ക്ക് ആവശ്യമായ തുക എത്രയാണോ അതെന്റെ കൈവശം വേണം. അല്ലെങ്കിൽ മറ്റാരോടെങ്കിലും കടം വാങ്ങി കൊടുക്കാനെങ്കിലും എനിക്ക് കഴിയണം. അപ്പൊ അവിടെ എബിലിറ്റി ടു പേ ഉണ്ട്. രണ്ടാമത്തെ കൺസെപ്റ്റ് എന്താണ്? വില്ലിങ്നെസ് ടു പേ. നമുക്ക് ആ കമ്മോഡിറ്റിക്ക് ചെലവാക്കാനുള്ള മാനസികമായ സന്നദ്ധത, ആ സന്മനസ് അവിടെ ഉണ്ടാവണം. അതും കൂടെ ഉണ്ടാവുമ്പോഴേ അതെന്തായി മാറുന്നുള്ളൂ? ഡിമാൻഡായിട്ട് മാറുന്നുള്ളൂ. അപ്പൊ നമ്മൾ മൈസറിനെ പരിഗണിച്ചപ്പോ നമുക്ക് മനസ്സിലായ എന്താ? മൈസറിന് വില്ലിങ്നെസ് ഇല്ല, എബിലിറ്റി മാത്രമേ ഉള്ളൂ. അപ്പൊ വില്ലിങ്നെസ്സും വേണം, എബിലിറ്റിയും വേണം. അത് രണ്ടും കൂടെ ഡിസയറിന്റെ കൂടെ കടന്നു വരുമ്പോഴാണ് ഡിമാൻഡ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ എന്താണ് ഡിമാൻഡ്? ഡിമാൻഡ് ഈസ് എ ഡിസയർ
ബാക്ക്ഡ് ബൈ എബിലിറ്റി ടു പേ ആൻഡ് വില്ലിംഗ്നെസ് ടു പേ ഫോർ എ കമ്മോഡിറ്റി. ഒരു കമ്മോഡിറ്റിക്ക് വേണ്ടി നമ്മൾ പണം ചെലവഴിക്കാനുള്ള സന്നദ്ധതയും അതിനാവശ്യമായ പണവും ഉള്ള ഒരാളുടെ ആവശ്യത്തിന് നമുക്ക് ആ കമ്മോഡിറ്റിയുടെ ഡിമാൻഡ് എന്ന് നമുക്ക് പറയാം. അപ്പൊ ഏതൊരു കമ്മോഡിറ്റിയുടെയും ഡിമാൻഡ് നമ്മൾ പറയുമ്പോൾ അത് പണത്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയാം. ഇപ്പൊ മാർക്കറ്റിൽ പോയി നമ്മൾ ആപ്പിൾ കാണുന്നു. ആപ്പിളിന് ഒരു കിലോഗ്രാമിന് 80 രൂപയാണ് വില. അപ്പൊ ആപ്പിൾ ഞാൻ വാങ്ങാൻ ചെല്ലുമ്പോൾ എന്റെ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഞാൻ ചോദിക്കും വില എത്ര? ഒരു കിലോഗ്രാമിന് 80 രൂപ. അപ്പൊ ഞാൻ നോക്കും ഞാൻ എത്ര കിലോഗ്രാം വാങ്ങും? 1 കിലോഗ്രാം വാങ്ങും 80 രൂപയാണെങ്കിൽ. സോ ദ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് ആപ്പിൾ ഈസ് 1 കിലോഗ്രാം അറ്റ് ₹80 എന്നുള്ളത്. അപ്പൊ ഒരു പ്രൈസിന് മാത്രമേ എന്തുണ്ടാവുന്നുള്ളൂ? ഡിമാൻഡ് ഉള്ളൂ. പ്രൈസ് ഇല്ലാതെ ഡിമാൻഡ് ഇല്ല. ഡിമാൻഡ് വേണമെങ്കിൽ പ്രൈസ് വേണം. പ്രൈസിലൂടെ മാത്രമാണ് ഡിമാൻഡ് ഉണ്ടാവും. അപ്പൊ കൺസ്യൂമർ അയാളുടെ ആഗ്രഹങ്ങൾ, അയാളുടെ ബിഹേവിയർ വെളിവാക്കുന്നത് കൃത്യമായും പ്രൈസിലൂടെയാണ്. ഏതൊരു കമ്മോഡിറ്റിയുടെയും വില അന്വേഷിക്കും. നമുക്കറിയാലോ, നമ്മളൊക്കെ മാർക്കറ്റിൽ പോയി സാധനങ്ങൾ പലതും വാങ്ങുന്നവരാ. ഏത് സാധനം വാങ്ങുകയാണെങ്കിലും ഏത് സേവനം വാങ്ങുകയാണെങ്കിലും നമ്മൾ ആദ്യം അതിന്റെ വില അന്വേഷിക്കും. എത്രയാണ് അതിന്റെ വില? അതിന് ഇന്ന വിലയാണെന്ന് പറയുന്നത് നമ്മളെ മനസ്സിൽ അതിനൊരു കാൽക്കുലേഷൻ ഉണ്ട്. അത് കൂടുതലാണോ അതല്ല കുറവാണോ? ആ കൂടുതലോ കുറവോ എന്നുള്ളതിനെ തീരുമാനിച്ചിട്ടാണ് നമ്മൾ ആ സാധനം വാങ്ങണോ അല്ലെങ്കിൽ വാങ്ങണ്ടേ എന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. അപ്പൊ ഡിമാൻഡ് എന്ന് പറയുന്നത് എപ്പോഴും എക്സ്പ്രസ് ചെയ്യുന്നത് പ്രൈസിലാണ് എന്ന് നമുക്ക് മനസ്സിലായി. അപ്പൊ രണ്ട് കാര്യങ്ങൾ ഡിമാൻഡുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സൂചിപ്പിക്കുന്നു. ഒന്ന് അതിന്റെ മീനിങ് ആണ് ഡിമാൻഡ് ഈസ് എ ഡിസയർ ബാക്ക്ഡ് ബൈ എബിലിറ്റി ടു പേ ആൻഡ് വില്ലിംഗ്നെസ് ടു പേ ഫോർ എ കമ്മോഡിറ്റി. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഡിമാൻഡ് എപ്പോഴും നിലനിൽക്കുന്നത് ആരോട് കൂടിയാണ്? അത് എക്സ്പ്രസ് ചെയ്യുന്നത് അതിന്റെ കമ്മോഡിറ്റിയുടെ വിലയോട് കൂടിയാണ്. അപ്പൊ ഡിമാൻഡ് ഫോർ എ കമ്മോഡിറ്റി ഈസ് ആൾവേസ് എക്സ്പ്രസ്ഡ് അറ്റ് എ പെർട്ടിക്കുലർ പ്രൈസ്. ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ഡിമാൻഡുമായിട്ട് ബന്ധപ്പെട്ട് ഓർക്കാനുള്ളത്. അപ്പൊ ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിമാൻഡിനെ കുറിച്ച് ഇനി ധാരാളം കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. പല പല വിഷയങ്ങൾ വളരെ രസകരമാണ്. കാരണം നമ്മളൊക്കെ ഉപഭോക്താക്കളാണ്, നമ്മൾ കൺസ്യൂമേഴ്സ് ആണ്. നമുക്ക് പലതരം ഇഷ്ടങ്ങളുണ്ട്. നമ്മുടെ ഇഷ്ടങ്ങൾ മുഴുവൻ പ്രതിപാദിക്കപ്പെടുന്നത് ഡിമാൻഡിലൂടെയാണ്. അപ്പൊ ഡിമാൻഡിന്റെ പല ടേമുകൾ നമ്മൾ പഠിക്കാൻ പോകുന്നു, പരിശോധിക്കാൻ പോകും. അതിൽ ഒന്നാമത്തെ ടേം എന്ന് പറയുന്നത് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഡിമാൻഡ് ആണ്. ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഫാക്ടേഴ്സ് ഡിറ്റർമിനിങ് ഡിമാൻഡ്. ഒരു കമ്മോഡിറ്റിയുടെ ഡിമാൻഡിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഒരു കമ്മോഡിറ്റിയുടെ ഡിമാൻഡിനെ സ്വാധീനിക്കുന്ന അല്ലെങ്കിൽ നിർണയിക്കുന്ന അല്ലെങ്കിൽ നിർവചിക്കപ്പെടുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? ധാരാളം ഘടകങ്ങളെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. നമ്മളൊരു സാധനം ഡിമാൻഡ് ചെയ്യും, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ആ കമ്മോഡിറ്റിയിൽ നിന്ന് നമ്മൾ പരിശോധിക്കുന്നത് നമ്മൾ ശ്രദ്ധിച്ചു പോകും. നമ്മളിപ്പോ ഓരോ ആളുകളോട് അഭിപ്രായം ചോദിക്കുകയാണ്, പല ആളുകളും പല അഭിപ്രായങ്ങൾ പറയും. അപ്പൊ നമ്മൾ അതിന്റെ പോയിന്റ് ഒന്ന് നമ്മൾ നോട്ട് ചെയ്യാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടർ എന്ന് പറയുന്നത് പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റിയാണ്. ആ കമ്മോഡിറ്റിയുടെ വില. ഏതൊരു കമ്മോഡിറ്റിയുടെ ഡിമാൻഡിനെയും സ്വാധീനിക്കുന്ന ഒന്നാമത്തെ ഘടകം എന്ന് പറയുന്ന ആ കമ്മോഡിറ്റിയുടെ വില. കമ്മോഡിറ്റിയുടെ വിലയും അതിന്റെ ഡിമാൻഡ് തമ്മിൽ എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? അത് നേരെ വിപരീത ദിശയിലാണ്. നമുക്കറിയാം, നമ്മളൊക്കെ കൺസ്യൂമേഴ്സ് ആണ്. നമ്മൾ സാധനം വാങ്ങാൻ പോകുമ്പോൾ നമുക്ക് 1 കിലോഗ്രാം ആപ്പിളിന് 80 രൂപയാണെങ്കിൽ നമ്മൾ 1 കിലോഗ്രാം വാങ്ങുന്നു. 2 കിലോഗ്രാം ആപ്പിൾ വാങ്ങണേ 160 രൂപ വേണം. നമ്മളോട് കടക്കാരൻ പറയുന്നു 150 രൂപക്ക് 2 കിലോ തരാന്ന് പറഞ്ഞാൽ നമ്മൾ അതിനോട് ഒന്നുകൂടി താല്പര്യം വെക്കും. അപ്പൊ നമ്മൾ ഡിവൈഡ് ചെയ്ത് നോക്കും, 1 കിലോഗ്രാമിന് എത്ര രൂപ ചെലവാകും? 75 രൂപയെ ചെലവ് വരുന്നുള്ളൂ. 80 ഉള്ളത് 75 ആവും. അപ്പൊ നമ്മൾ ഒരു പക്ഷേ 2 കിലോഗ്രാം വാങ്ങാൻ വേണ്ടി നമ്മൾ ചിലപ്പോൾ തയ്യാറാവും. എന്ന് പറഞ്ഞാൽ വില കുറയുമ്പോൾ നമ്മൾ ഡിമാൻഡ് നമ്മളത് വർദ്ധിക്കും. വില കൂടുമ്പോഴോ ഡിമാൻഡ് കുറയുകയും ചെയ്യും. അപ്പൊ പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി ഡിമാൻഡ് ആർ ഇൻവേഴ്സ്ലി റിലേറ്റഡ്. അപ്പോ അത് നേരെ വിപരീത ദിശയിലാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. വില കൂടുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് കുറയും, വില കുറയുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് കൂടും. അപ്പൊ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് എ കമ്മോഡിറ്റി ആൻഡ് ദ പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി ആർ ഇൻവേഴ്സ്ലി റിലേറ്റഡ് ഓർ നെഗറ്റീവ്ലി റിലേറ്റഡ്. ഒന്നാമത്തെ ഫാക്ടറാണ്. രണ്ടാമത്തെ ഫാക്ടർ നമ്മൾ കൃത്യമായിട്ട് വിലയിരുത്തുമ്പോൾ നമ്മൾ മനസ്സിലാവുന്നത് ഇൻകം ഓഫ് ദ കൺസ്യൂമർ അഥവാ ഉപഭോക്താവിന്റെ വരുമാനം. ഉപഭോക്താവിന്റെ വരുമാനവും ഒരു കമ്മോഡിറ്റിയുടെ ഡിമാൻഡും തമ്മിൽ വളരെ നേരിട്ടുള്ള ഡയറക്റ്റ് ആയ ബന്ധമുണ്ട്. കാരണം നമ്മൾ ഏതൊരു സാധനം കൺസ്യൂം ചെയ്യുമ്പോഴും നമ്മൾ ആദ്യം വേണ്ടത് എബിലിറ്റി ടു പേ. നമുക്ക് അതിനു വേണ്ടി ചെലവാക്കാനുള്ള പണം ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ നമ്മുടെ കയ്യിൽ അതിനുള്ള പണം വേണം, ഇൻകം വേണം. കൺസ്യൂമർ ഭാഗത്ത് ഇൻകം ഉണ്ടെങ്കിൽ ഡിമാൻഡ് ഉണ്ടാവും. ഇപ്പൊ ഒരു 1000 രൂപ മാസ വരുമാനമുള്ള ഒരാള്
കൺസ്യൂം ചെയ്യുന്ന എത്ര ക്വാണ്ടിറ്റി ആണോ അതിനേക്കാൾ കൂടുതൽ കൺസ്യൂം ചെയ്യും മാസവരുമാനം 5000 ഉള്ള ഒരു കൺസ്യൂമർ. കാരണം അയാളുടെ വരുമാനം കൂടി, അയാൾ കൂടുതൽ ചെലവാക്കാൻ അയാൾക്ക് സന്നദ്ധതയുണ്ട്, അയാൾ കൂടുതൽ ചെലവാക്കും. അപ്പൊ വരുമാനം കൂടുമ്പോൾ അവരെ ചെലവാക്കൽ കൂടും. അത് നമുക്കറിയാം. ഇപ്പൊ നമ്മുടെ ഈ ലോക്ക്ഡൌണിന്റെ സമയത്ത് തന്നെ പല ആളുകളുടെയും വരുമാനത്തിൽ കുറവ് വന്നപ്പോ നമ്മൾ ചെലവാക്കുന്നത് കുറഞ്ഞു, നമ്മുടെ സ്പെൻഡിങ് കുറഞ്ഞു, നമ്മുടെ ഡിമാൻഡ് കുറഞ്ഞു. ആൻഡ് ഇൻകവും ഡിമാൻഡും തമ്മിൽ വളരെ ഡയറക്റ്റ് ആയ ബന്ധമുണ്ട്. വെൻ ഇൻകം ഇൻക്രീസസ് ക്വാണ്ടിറ്റി ഡിമാൻഡ് ആൾസോ ഇൻക്രീസ്. വെൻ ഇൻകം ഡിക്രീസസ് ദ ക്വാണ്ടിറ്റി ഡിമാൻഡ് ആൾസോ ഡിക്രീസ്. അങ്ങനെ 2 പോയിന്റുകൾ നമ്മൾ മനസ്സിലാക്കി. മൂന്നാമത്തെ പോയിന്റ് നമ്മൾ പരിഗണിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഓഫ് ദ കൺസ്യൂമർ എന്നുള്ളത്. ഒരു കൺസ്യൂമറുടെ ടേസ്റ്റ് അല്ലെങ്കിൽ അയാളുടെ പ്രിഫറൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഏതൊരു കമ്മോഡിറ്റി ഒരു കൺസ്യൂമർ വാങ്ങുന്ന സമയത്ത് ആ കമ്മോഡിറ്റിയോട് ആ കൺസ്യൂമർക്ക് ഒരു താല്പര്യം ഉണ്ടാവും, ഒരു പ്രിഫറൻസ് ഉണ്ടാവും. ആ പ്രിഫറൻസും താല്പര്യവും പല കാരണങ്ങൾ കൊണ്ട് ഉണ്ടാവുന്നതാവാം. അത് പല തരത്തിൽ സ്വാധീനിക്കപ്പെടുന്നതാവും. ഏത് തരത്തിലായാലും ശരി ഒരു കമ്മോഡിറ്റിയോടുള്ള അയാളുടെ ഇഷ്ടം, അയാളുടെ പ്രിഫറൻസ്, അയാളുടെ താല്പര്യങ്ങളാണ് ആ കമ്മോഡിറ്റി ഡിമാൻഡ് ചെയ്യാൻ വേണ്ടി അയാളെ പ്രേരിപ്പിക്കുന്നത്. അതായത് ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഓഫ് ദ കൺസ്യൂമർ ആൾസോ ഡയറക്ട്ലി ഇൻഫ്ലുവൻസ് ദ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് എ കമ്മോഡിറ്റി. ഒരു കമ്മോഡിറ്റിയോട് ഏത് കൺസ്യൂമർക്കാണോ താല്പര്യം കൂടുതലുള്ളത് ആ കമ്മോഡിറ്റി കൂടുതൽ ഡിമാൻഡ് ചെയ്യാൻ ആ കൺസ്യൂമർ തയ്യാറാവും. എന്നാൽ ഏത് കമ്മോഡിറ്റിയോടാണോ കൺസ്യൂമർക്ക് താല്പര്യം കുറവുള്ളത് ആ കമ്മോഡിറ്റി പർച്ചേസ് ചെയ്യാൻ അയാൾ താല്പര്യക്കുറവ് കാണിക്കും. അപ്പൊ ഡിമാൻഡ് കൂടുന്നു. എങ്ങനെയാകുമ്പോ കൺസ്യൂമറുടെ പ്രിഫറൻസ് അല്ലെങ്കിൽ ടേസ്റ്റ് ആ കമ്മോഡിറ്റിയോട് ഉണ്ടാവുമ്പോ. എന്നാൽ ആ കമ്മോഡിറ്റിയോട് പ്രിഫറൻസ് കുറവാണെങ്കിലോ ആ കമ്മോഡിറ്റിയുടെ ഡിമാൻഡ് കുറയുന്നു. അപ്പൊ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഓഫ് ദ കൺസ്യൂമർ ആൾസോ ഇൻഫ്ലുവൻസ് ദ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് എ കമ്മോഡിറ്റി. വെൻ എ commodity having a higher taste and preference from the part of consumer, the quantity demand for that commodity is also higher and vice versa. നേരെ തിരിച്ചു ഉണ്ടാവും. അതാണ് മൂന്നാമത്തെ ഫാക്ടർ. നാലാമത്തെ ഫാക്ടർ അതിനേക്കാൾ ഇമ്പോർട്ടന്റ് ആണ്, പ്രൈസസ് ഓഫ് അതർ കമ്മോഡിറ്റി. അപ്പൊ നമുക്ക് പെട്ടെന്ന് തോന്നും മറ്റ് കമ്മോഡിറ്റികളുടെ വിലകൾ എങ്ങനെയാണ് ഒരു കമ്മോഡിറ്റിന്റെ വിലയെ സ്വാധീനിക്കുന്നത്. നമ്മൾ ഏറ്റവും ചെറിയ ഉദാഹരണത്തിൽ നമുക്ക് പറയാം, നമ്മൾ ചായയും കാപ്പിയും, ചായ അല്ലെങ്കിൽ കോഫി, ഇത് രണ്ടും നമ്മളെ ജീവിതത്തിൽ നിത്യ ജീവിതത്തിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവാണ്. ചായക്ക് നമ്മൾ സാധാരണ കൊടുക്കുന്ന വില 10 രൂപ, ഒരു കപ്പ് ചായക്ക് 10 രൂപ. അതേ സമയത്ത് ഒരു കോഫി ഒരു ഗ്ലാസ്സിന് നമ്മൾ 15 രൂപ കൊടുക്കും. കാരണം എന്താ? കോഫി ഈസ് സുപ്പീരിയർ ദാൻ ടീ. ചായയേക്കാൾ സുപ്പീരിയർ ആണ് ടീ എന്നുള്ള നമുക്കറിയാം. ഇത് 2 കമ്മോഡിറ്റികളും ഒന്നൊന്നിന് പകരം വെക്കാവുന്ന കമ്മോഡിറ്റിയാണ്. പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ആണ്. ചായ കുടിക്കുന്ന ആള് കോഫി കഴിച്ചാൽ മതി, കോഫി കഴിക്കുന്ന ആൾക്ക് ചായ കുടിച്ചാൽ മതി. അപ്പൊ അതുകൊണ്ട് തന്നെ 2 പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ടുകളായ കമ്മോഡിറ്റികളാണ് ചായയും അതേപോലെ കാപ്പിയും. ഇതിൽ ചായയുടെ ഡിമാൻഡിനാണ് നമ്മൾ പരിഗണിക്കുന്നത്. ക്വാണ്ടിറ്റി ഡിമാൻഡ് ഫോർ ടീ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൽ ചായയുടെ വില ഒരു മാറ്റവും വരുന്നില്ല, 10 രൂപയാണ്. പക്ഷെ കോഫിയുടെ വില 15 രൂപയിൽ നിന്ന് 12 രൂപയായി കുറയുകയാണെങ്കിൽ സ്ഥിരമായി ചായ കഴിച്ചുകൊണ്ടിരിക്കുന്ന കൺസ്യൂമേഴ്സിന്റെ ഇടയ്ക്ക് ഒരു ചെറിയ ചാഞ്ചാട്ടം ഉണ്ടാവും. അവരെന്താ കരുതുക, 10 രൂപക്കാണ് ഞാൻ ചായ കുടിക്കുന്നത്, 12 രൂപ മാത്രമേ കോഫിക്കുള്ളൂ. കോഫി ആണെങ്കിൽ ചായയേക്കാൾ സുപ്പീരിയർ ആണ്. അപ്പൊ അതുകൊണ്ട് 10ന് ചായ കുടിക്കുന്നതിനേക്കാൾ നല്ലത് 12ന് കോഫിയാണ് എന്ന് തോന്നുന്ന ചായയുടെ കൺസ്യൂമർ ചായക്ക് പകരം കോഫിയെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പൊ കോഫിയുടെ ഡിമാൻഡ് കൂടുന്നു, ചായയുടെ ഡിമാൻഡ് കുറയുന്നു. അപ്പൊ അവിടെ സംഭവിച്ചത് എന്താണ്? പ്രൈസ് ഓഫ് ടീ റിമെയിൻസ് സെയിം ബട്ട് ദ പ്രൈസ് ഓഫ് കോഫി ഡിക്രീസസ് ബട്ട് ദ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഫോർ ടീ ആൾസോ ഡിക്രീസ്. ചായയുടെ ഡിമാൻഡ് കുറഞ്ഞത് ചായയുടെ വിലയിൽ മാറ്റമൊന്നും ഉണ്ടല്ല, പക്ഷേ കോഫിയുടെ വിലയിൽ മാറ്റം വന്നതുകൊണ്ടാണ് ചായയുടെ ഡിമാൻഡ് മാറിയത് എന്ന് നമുക്ക് മനസ്സിലാവും. അതേപോലെ തന്നെ മറ്റൊരു വിഭാഗം കമ്മോഡിറ്റിയാണ് നമ്മളെ കോംപ്ലിമെന്ററി കമ്മോഡിറ്റി എന്ന്. കോംപ്ലിമെന്ററി കമ്മോഡിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താ? പരസ്പര പൂരകങ്ങളാണ്. ഇപ്പൊ വെഹിക്കിളും അതേപോലെ ഡീസൽ അല്ലെങ്കിൽ പെട്രോളും അത് കോംപ്ലിമെന്ററിയാണ്. ആ 2 ഒരുപോലെ നടന്നെങ്കിൽ മാത്രമേ ഒരു ആവശ്യത്തിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുള്ളൂ. ഒന്നിന് പകരം ഒന്നും ഉപയോഗിക്കാൻ പറ്റുന്നതല്ല. ഇപ്പൊ പേനയും അതേപോലെ അതിന്റെ ഉള്ളിൽ ഉപയോഗിക്കുന്ന റീഫിലും ഒരുപോലെ ഉള്ള കമ്മോഡിറ്റി കൂടിച്ചേരുന്ന കമ്മോഡിറ്റികളാണ്. ബ്രെഡും ബട്ടറും ഒരുപോലെ ചേരുന്ന കമ്മോഡിറ്റികളാണ്. സോക്സും അതേപോലെ ഷൂസും ഒരുപോലെ ചേരുന്ന കമ്മോഡിറ്റികൾ. ഇത് ഒറ്റക്കൊറ്റക്ക് നിലനിൽപ്പില്ല, 2 ആളും വേണം.
അപ്പൊ ഏതെങ്കിലും ഒന്നിന്റെ കമ്മോഡിറ്റിയുടെ പ്രൈസ് കൂടുകയാണെങ്കിൽ മറ്റൊരു കമ്മോഡിറ്റിയുടെ ഡിമാൻഡിലാണ് മാറ്റം ഉണ്ടാകുന്നത്. നമ്മൾ പരിശോധിച്ച് നോക്കാം. ഇപ്പൊ നമ്മുടെ മാർക്കറ്റിൽ ഇപ്പൊ പെട്രോളിന്റെയും ഡീസലിന്റെയും വില ഇങ്ങനെ ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പൊ പെട്രോളിന്റെ വില വർദ്ധിക്കുന്നു, ഡീസലിന്റെ വില വർദ്ധിക്കുന്നില്ല എന്ന് നമ്മൾ സങ്കല്പിക്കുക. ഇപ്പൊ പെട്രോളിന്റെ വില മാത്രം വർദ്ധിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അങ്ങനെ വരിക, ഡീസലിന്റെ വില കോൺസ്റ്റന്റ് ആയി നിൽക്കുന്നു. അപ്പൊ സപ്പോസ് പ്രൈസ് ഓഫ് പെട്രോൾ ഈസ് ₹80 ആൻഡ് പ്രൈസ് ഓഫ് ഡീസൽ ഈസ് ₹60. അങ്ങനെയാണെങ്കിൽ എന്താ സംഭവിക്കുക? പെട്രോൾ കാറിന്റെ ഡിമാൻഡ് കുറയുകയും ഡീസൽ കാറിന്റെ ഡിമാൻഡ് കൂടുകയും ചെയ്യും. ഇവിടെ സംഭവിക്കുന്ന എന്താ? പെട്രോളിന്റെ വിലയാണ് കൂടിയത്, കാറിന്റെ വില കൂടുകയോ കുറയുകയോ ചെയ്തിട്ടില്ല. പക്ഷേ ഡീസൽ കാറിന്റെ ഡിമാൻഡ് വർദ്ധിക്കാൻ അത് ഇടയാക്കും. അപ്പൊ കോംപ്ലിമെന്ററി ഗുഡ്സിന്റെ കാര്യത്തിൽ ആ കമ്മോഡിറ്റിയുടെ ക്വാണ്ടിറ്റി ഡിമാൻഡും അതേപോലെ അതിന്റെ കോംപ്ലിമെന്ററി ഗുഡിന്റെ വിലയും തമ്മിൽ ഡയറക്റ്റ് ആയ ബന്ധമുണ്ട് എന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാവും. അപ്പോ പെട്രോളിന്റെ വില കൂടിയാൽ ഡീസൽ കാറിന്റെ ഡിമാൻഡ് കൂടുന്നതായിട്ട് കാണാം. അപ്പൊ there will be a direct relationship between the quantity demand for a commodity and the price of its കോംപ്ലിമെന്ററി ഗുഡ് എന്നുള്ളത് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാവും. ഈ 4 ഘടകങ്ങളാണ് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഡിമാൻഡിനെ സ്വാധീനിക്കുന്ന, ഡിറ്റർമിൻ ചെയ്യുന്ന ഘടകങ്ങൾ. ഒന്നുകൂടെ ഞാൻ ഓർമ്മിപ്പിക്കാം. നമ്പർ 1 പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി, നമ്പർ 2 ഇൻകം ഓഫ് ദ കൺസ്യൂമർ, നമ്പർ 3 ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഓഫ് ദ കൺസ്യൂമർ, നമ്പർ 4 പ്രൈസ് ഓഫ് അതർ കമ്മോഡിറ്റീസ്. അതിനെ തുടർന്ന് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇഷ്ടംപോലെ ഫാക്ടേഴ്സ് നമുക്ക് കാണാം. ആന്റിസിപ്പേഷൻ അബൌട്ട് ഫ്യൂച്ചർ പ്രൈസിനെ കുറിച്ച് നാളുകളിൽ ഉണ്ടാകാവുന്ന മാറ്റങ്ങൾ. നമ്മളിപ്പോ ഇപ്പൊ ട്രോളുകളുടെ ഒരു കാലമാണ്. ഈ ട്രോളുകളിലൊക്കെ ഇപ്പൊ വരുന്ന ഒരു തമാശ ഉണ്ട്. എന്താണ്? പെട്രോൾ നമ്മൾ തലേന്ന് രാത്രി ഒരു 50 ലിറ്റർ പെട്രോൾ വാങ്ങി വെച്ച് പിറ്റേന്ന് രാവിലെ വിൽക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൂടിയ വിലക്ക് വിൽക്കാൻ പറ്റുന്ന. കാരണം പെട്രോളിന്റെ വില ഇപ്പൊ ദിവസം രാത്രി നേരം വെളുക്കുമ്പോഴേക്ക് വില കൂടുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പൊ അത് പ്രകാരം നമുക്ക് എന്താ അതിൽ നിന്ന് മനസ്സിലാവുന്നത്? നാളെ വില കൂടും എന്നുള്ള ധാരണക്കാണ് ഇന്ന് നമ്മൾ കൂടുതൽ ഡിമാൻഡ് ചെയ്യുന്നത്. നാളെ കുറയുമെന്നാണെങ്കിൽ നമ്മൾ ഇന്ന് ഡിമാൻഡ് ചെയ്യുന്നില്ല. അപ്പൊ നാളുകളിൽ വിലയിൽ മാറ്റം ഉണ്ടാവുമെന്ന് തോന്നുകയാണെങ്കിൽ നമ്മളുടെ ഡിമാൻഡിൽ ഇന്ന് മാറ്റങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ ആന്റിസിപ്പേഷൻ അബൌട്ട് ഫ്യൂച്ചർ പ്രൈസ് എന്ന് പറയുന്ന ഡിമാൻഡിനെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ്. അതേപോലെ ക്ലൈമറ്റ് കണ്ടീഷൻ. ഇപ്പൊ മഴക്കാലമാണ്. ഈ മഴക്കാലത്ത് മഴ തകൃതിയായി പെയ്താൽ മാർക്കറ്റിലുള്ള എല്ലാ കുടയും എന്തായി മാറും? ഒക്കെ ഡിമാൻഡ് ചെയ്യപ്പെടും. എല്ലാവരും പർച്ചേസ് ചെയ്ത് തീർക്കും. മാർക്കറ്റിൽ ഒരൊറ്റ കുട കിട്ടാനുണ്ടാവില്ല. ഇപ്പോ നമ്മളെ ഈ കാലത്ത് സാനിറ്റൈസർ, ഉൽപ്പാദിപ്പിച്ച സാനിറ്റൈസർ മുഴുവൻ വിറ്റുപോയി. പലതരം മാസ്കുകൾക്ക് വലിയ ഡിമാൻഡായി. കാരണം ഈ കൊറോണ കാലത്ത് സാനിറ്റൈസറിനും മാസ്കിനും വലിയ ഡിമാൻഡ് വന്നു. അപ്പൊ ക്ലൈമറ്റ് കണ്ടീഷൻ, സീസണൽ കണ്ടീഷൻസ് ഒക്കെ ആരെ സ്വാധീനിക്കുന്നുണ്ട്? ഡിമാൻഡിനെ സ്വാധീനിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഗവൺമെന്റിന്റെ നികുതി ആരെ സ്വാധീനിക്കുന്നുണ്ട്? ഈ പ്രൈസ് കമ്മോഡിറ്റിയുടെ ഡിമാൻഡിനെ സ്വാധീനിക്കുന്നുണ്ട്. നികുതി കൂട്ടുമ്പോൾ വില കൂടും, വില കൂടുമ്പോൾ ഡിമാൻഡ് കുറയും. അതേപോലെ നികുതി കുറയ്ക്കുമ്പോൾ വില കുറയും, കമ്മോഡിറ്റിന്റെ ഡിമാൻഡ് കൂടും. അപ്പൊ ആ തരത്തിൽ നമ്മളിപ്പോ 7 or 8 ഘടകങ്ങൾ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞു. നമ്മളൊന്ന് പോയിന്റ് ഔട്ട് ചെയ്യുകയാണെങ്കിൽ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ക്വാണ്ടിറ്റി ഡിമാൻഡ്. നമ്പർ 1 പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി, നമ്പർ 2 ഇൻകം ഓഫ് ദ കൺസ്യൂമർ, നമ്പർ 3 ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഓഫ് ദ കൺസ്യൂമർ, നമ്പർ 4 പ്രൈസ് ഓഫ് അതർ കമ്മോഡിറ്റീസ്, number 5 anticipation about future prices, number 6 climatic conditions, number 7 seasonal changes, and number 8 the taxes imposed by the government. ഇനിയും നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ധാരാളം ഫാക്ടേഴ്സ് നമുക്ക് കണ്ടെത്താൻ കഴിയും. തൽക്കാലം നമ്മൾ ഇത്രയും പ്രധാനപ്പെട്ട പോയിന്റുകൾ നമ്മൾ ഓർക്കുകയാണ്. അതിൽ ആദ്യത്തെ 4 വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ അതിനെ തുടർന്നാണ് ഇനി നമുക്ക് അടുത്ത ഡിമാൻഡിന്റെ ഓരോ കാര്യങ്ങൾ പഠിക്കാനുള്ളത്. അപ്പൊ ഈ 4 ഘടകങ്ങളെ ഒരിക്കൽ കൂടി ഓർക്കുക. Price of the commodity, income of the consumer, taste and preference of the consumer, and price of other commodities. അപ്പൊ നമ്മളെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. നാളെ നമുക്ക് പുതിയൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. ഓക്കെ.